ഇന്നെനിക്ക് വർക്കിനായിട്ട് 2018 മോഡല് സ്വിഫ്റ്റ് ഉണ്ടല്ലോ, സ്വിഫ്റ്റും സ്വിഫ്റ്റ് ഡിസയറും. അത് PO ആണ്. PO ഉണ്ട്, P1 ഉണ്ട്. ഇതിന് കോമൺ ആയിട്ട് ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഈ ഇഞ്ചക്ടർ സെക്ഷൻ വർക്ക് ആകാത്തത്. ശരിക്കും ഇത് ഹാർഡ്വെയറിലാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വരുന്നത്. ഇഞ്ചക്ടർ IC ഒക്കെയാണ് ഇത് പോകുന്നത് കൂടുതലും. പിന്നെ ഈ ഇഞ്ചക്ടറിന്റെ ഈ സെക്ഷനൊക്കെ കംപ്ലൈന്റ് വരാറുണ്ട്. അതുകൊണ്ട് ഇതുണ്ട്, ഇഞ്ചക്ടർ ഡ്രൈവറുകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. സെയിം ആണ്, സെയിം ബോർഡ് തന്നെയാണ്, രണ്ടും ഒരേപോലെ തന്നെയാണ്. ഇഞ്ചക്ടർ ഡ്രൈവർ മൊത്തം ഇവിടെ ഇരിപ്പുണ്ട്. ഈ സെക്ഷൻ കംപ്ലൈന്റ് വരാറുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചക്ടറിന്റെ IC പോകാറുണ്ട്. ഏറ്റവും കൂടുതൽ ഫോൾട്ട് ഉള്ള ഒരു ECU ആണിത്. ഇത് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇത് 1, 4 അല്ലെങ്കിൽ 2, 3 അങ്ങനെയാണ് ഇതിന്റെ ശരിക്കുള്ള കംപ്ലൈന്റ് വരുന്നത്. ഇത് 2 സെക്ഷൻ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സെക്ഷൻ ഇങ്ങനെ ഓരോരോ IC പോകുമ്പോഴും ഓരോ ഡ്രൈവറുകൾ പോകുമ്പോഴും ഓരോ സെക്ഷൻസ് കംപ്ലൈന്റ് വരും. അപ്പോൾ നമുക്കിത് ഇളക്കി സർവീസ് ചെയ്തെടുക്കാൻ പറ്റും. സർവീസ് ചെയ്താൽ പിന്നെ ഇത് വർക്കാവും, നന്നായിട്ട് ഓടും. എല്ലാ വണ്ടിയും ഒരു 2018 മോഡൽ ഇറങ്ങി ഒരു 5 കൊല്ലം കഴിയുമ്പോൾ സമയത്ത് ഇത് കംപ്ലൈന്റ് ആയിരിക്കും. അപ്പം അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പൊതുവെ കാണുന്നത്. ഇത് നമുക്ക് സർവീസ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.